വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ കോഴിക്കോട് ഇന്നും വ്യാപക നാശം. വല്ലാലിപ്പുഴയിൽ വീടിന് മുകളിൽ അടുത്ത വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് പരിക്കേറ്റു. തോട്ടുമുക്കത്ത് വീടിന് മുകളിലേക്ക് മറ്റൊരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വാഹനം നിർത്തരുതെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, മലയോര മേഖലകളിലെ കൂടുതൽ സ്ഥിതികൾ എങ്ങനെയാണ്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ദീപ്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ നഗരത്തിലെ ബീച്ചിലാണ്. ഇതിനു മുൻപ് ഇവിടെ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഈ കടൽക്ഷോഭം ഉണ്ടായ തീരത്താണ് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം, ഈ ദൃശ്യത്തിന്റെ അതായത് അങ്ങേ അറ്റത്തുള്ള ആ വീട്ടിലേക്കാണ് കഴിഞ്ഞ തവണ കടൽക്ഷോഭത്തെ തുടർന്ന് വെള്ളം ഇരച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിലേക്കാണ് കഴിഞ്ഞ തവണ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇവരോട് പ്രതികരണം തേടിയപ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ്. ഈ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള മഴയും അതോടൊപ്പം തന്നെ ഈ കടലിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു സ്വഭാവം നോക്കിക്കഴിയുമ്പോൾ തന്നെ വളരെ പേടി തോന്നുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ വീട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. ഈ കടലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഏറെ ആർത്തിരമ്പുന്ന ഒരു കടൽ തീരമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വെള്ളത്തിനെല്ലാം അതിശക്തമായ രീതിയിലാണ് വെള്ളങ്ങളെല്ലാം തന്നെ ഇരച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങോട്ടേക്ക് വീടിനകത്തേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു പേടിയും ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ തവണ കടൽക്ഷോഭത്തെ തുടർന്ന് ഈ വീട്ടുകാരെ എല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയെല്ലാം ഈ പുലിമുട്ടും കാര്യങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വാസം ഉണ്ട് എന്നുള്ളതും അവർ പറയുന്നു. തോട്ടുമുക്കത്ത് വീടിന് മുകളിലേക്ക് മറ്റൊരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വാഹനം നിർത്തരുതെന്നും നിർദ്ദേശമുണ്ട്. അഭിന, ഈ തോട്ടുമുഖത്ത് വീടിന് മുകളിലേക്ക് മറ്റൊരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? നിലവിൽ ദീപ്തി, ഈ തോട്ടുമുക്കത്തും അതോടൊപ്പം തന്നെ വാലാപ്പുഴ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഇവിടെ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിന്റെ മേലിലേക്കാണ് ഈ വീടിന്റെ ഭിത്തി അടർന്നു വീണത്. ഈ അടർന്നു വീണ സമയത്ത് കുഞ്ഞിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം. എങ്കിൽ പോലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ മേൽക്കൂര അടക്കം ഇപ്പോൾ തകർന്നു വീണ നിലയിലാണുള്ളത്. അതേസമയം തോട്ടുമുക്കം പുൽപ്പാറയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുകയാണ്. ജോബി, ഒരു ചെറുകിട വ്യാപാരിയുടെ വീടിന്റെ ഭിത്തി തകർന്നു വീണിരിക്കുകയാണ്. ഇയാളൊരു ചെറുകിട വ്യാപാരിയാണ്. അതായത് ചെറുകടികളെല്ലാം നിർമ്മിക്കുന്ന മുറിക്കുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരാളുടെ വീടിന്റെ ഭിത്തി. ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇവിടെ മതിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴുകയത്. ഞാൻ കടയിലേക്കുള്ള കടികളും സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അന്ന് ആ സമയത്ത് കടി ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് അത് വലിയ വൻ ദുരന്തം ഒഴിവായി കിട്ടി. അവിടെയുള്ള ആ മതില് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഇങ്ങോട്ട് വീണ് കിടക്കുക. നമ്മളിവിടെ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലും പൊളിഞ്ഞാണ് ഇങ്ങോട്ട് വീണ് കിടക്കുന്നത്. ഇവിടെയുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ കടി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഇതും വീഴുന്നുള്ള 100% പ്രതീക്ഷയാണ്. കാരണം ആ അടിയൊക്കെ തള്ളി നിൽക്കുകയാണ്. നമ്മുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. അഭിന, ഈ ഒരു നാശനഷ്ടം വലിയ രീതിയിലൊരു നാശനഷ്ടം തന്നെ ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുടരാം.
തീർച്ചയായും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മണ്ണിടിച്ചിൽ ഏറെ കൂടുതലുള്ള ഒരു സ്ഥലം തന്നെയാണ് മലയോര മേഖലയിലെ പലയിടങ്ങളും. തോട്ടുമുക്കം, അതുപോലെ തന്നെ ചെറുവാടി, ഗോതമ്പ് റോഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം, കൂടരഞ്ഞി, കൂമ്പാറ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കോറി പ്രവർത്തനവും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഈ ജോബിയുടെ വീട് തകർന്നതിന് തൊട്ട് മുന്നെയാണ്, അതായത് ജോബിയുടെ വീട്ടിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ അപ്പുറമാണ് മറ്റൊരു ഇതിന് സമാനമായ രീതിയിൽ തരിയൂരിൽ ഇതേപോലെ വീടിന്റെ ഒരു ഭിത്തിയും അതോടൊപ്പം തന്നെ മേൽക്കൂര അടക്കം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മലയോര മേഖലയിലെ പല വീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം എന്ന് പറയാം. അതോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും ഇന്നിപ്പോ വാലില്ലാപ്പുഴയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജോബിയെ സംബന്ധിച്ചിടത്തോളം ഇനി ജോബി അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ചെറുകിട വ്യാപാരിയാണ്, അവരുടെ ഒരു വരുമാന മാർഗമായിരുന്നു ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതായത് ഈ വീട്ടിൽ നിന്നായിരുന്നു ഇത്തരത്തിലുള്ള ചെറുകടികളെല്ലാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ വരുമാന മാർഗവും നിലച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ താമസിക്കാൻ പോലും ഇടമില്ലാതെ ഇനി എങ്ങോട്ട് പോകും? താൽക്കാലികമായി ഇപ്പോൾ മറ്റു കുടുംബാംഗങ്ങളുടെ വീട്ടിലാണ് ജോബി. ഇപ്പോൾ അങ്ങോട്ടേക്കാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ അങ്ങോട്ടേക്കാണ് മാറ്റി. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്.